എഴുതുന്ന കാലം ഉണ്ടാവും, എഴുതാത്ത കാലം ഉണ്ടാവും. ഒരു വർഷം മനു എങ്ങനെ ചെലവിടുന്നു വിവിധ മാസങ്ങളിലായിട്ട്? ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ എഴുത്ത് കാണും. കാരണം ഇപ്പോൾ ഒരു ബുക്ക് പ്രോജക്റ്റ് ഇല്ലെങ്കിൽ എൻ്റെ ഒരു മന്ത്ലി കോളം ഉണ്ട് ഒരു ന്യൂസ് പേപ്പറിൽ, മിനിറ്റിൽ. അപ്പോൾ അതിൻ്റേതായ എഴുത്ത് കാണും. പിന്നെ ഒരുപാട് പ്രസംഗിക്കാൻ വിളിക്കും, അതിനൊക്കെ പോകണം, ലെക്ചേഴ്സ് കാണും, അത് കാണും. അപ്പോൾ അതിൻ്റെ യാത്രകൾ കാണും. പിന്നെ ഒരുപാട് എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കും. ദർ ഓൾവേസ് സംതിങ് ഓർ ദി അതർ ദാറ്റ് ഐ എം വർക്കിംഗ് ഓൺ. ഏത് പുസ്തകം വായിച്ചാലും നോട്ട്സ് എഴുതി ഒരു വേർഡ് ഡോക്യുമെൻറ്റിലാക്കി നീക്കി വെക്കും. കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് ഇത് ഉപയോഗത്തിന് വരുന്നതെന്ന്. സോ എപ്പോഴും വായിക്കും, റീസർച്ച് ചെയ്യും, അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കും. ഒരു ഡെയിലി റൂട്ടീൻ എങ്ങനെയാണ്? ഡെയിലി റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു രാവിലെ 8-8:30 ആകുമ്പോഴേക്കും എൻ്റെ ഓഫീസിൽ പോകും. അവിടെ അപ്പോൾ എല്ലാവരും ഓഫീസിൽ പോകുന്നതല്ലേ, ഞാനും ഓഫീസിൽ പോകും. ഓഫീസിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു 12:45 വരെ അവിടെ ഒരു സ്ട്രെച്ച് ഓഫ് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ബ്രേക്ക് എടുക്കും, ജിമ്മിൽ പോകും, കഴിക്കും, ആ കുളി ജിം അതെല്ലാം ചെയ്ത് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 3 മണിയാകുമ്പോൾ പിന്നെ ഇരിക്കും. 7:30 വരെ വേറെ ഒരു സ്ട്രെച്ച് ഓഫ് വർക്ക് ചെയ്യും. അങ്ങനെയാണ് നോർമലി അതിൻ്റെ സിസ്റ്റം. പിന്നെ 7:30 കഴിഞ്ഞാൽ ജോലിയൊന്നും ചെയ്യത്തില്ല, വായിക്കും. കിടക്കുന്നതിന് മുമ്പ് ഒരു 1 hour വായിക്കും. പക്ഷേ അത്രയേ ഉള്ളൂ. ഞങ്ങൾ കേട്ടിട്ടുള്ളത് പൂനെയിൽ പോയി ഒളിച്ചിരിക്കും, ഒരു പുസ്തകം എഴുതും, വീണ്ടും കുറച്ച് ഫെസ്റ്റിവലിൽ അറ്റൻഡ് ചെയ്യും, വീണ്ടും തിരിച്ചു പോയി പൂനെയിൽ ഒളിച്ചിരിക്കുന്നതാണ്. ചിലപ്പോൾ നാട്ടിൽ ഒളിച്ചിരിക്കും. എനിക്ക് ഞങ്ങളുടെ ആൻസെസ്ട്രൽ വില്ലേജിൽ ഒരു വീടുണ്ട്, അവിടെയും പോയി ഒളിച്ചിരിക്കാറുണ്ട്. യു ലൈക്ക് ടു ബി ഒരു ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ ഒരു അന്തർമുഖനാണോ? ഇൻട്രോവേർട്ട് അല്ല, പക്ഷേ അഗൈൻ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് നമ്മൾ എന്തിനാണ് ഈ പബ്ലിക്കിന് മുമ്പിൽ പോകുന്നത്. ഇപ്പോൾ ഒരു ഫെസ്റ്റിവലിലൊക്കെ വിളിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു പുസ്തകം പുതിയതായിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേക്ക് സെൻസ് ഫോർ മീ ടു ഗോ. ചുമ്മാ പോയി ഇരുന്നിട്ട് കാര്യമില്ല. കാരണം നമ്മൾ വേറെ ഒരാളുടെ സ്ഥാനം എടുക്കുവാണ്. ദാറ്റ് കുഡ് ഗോ ടു അനദർ ഓത്തർ ഹൂസ് റിട്ടൺ എ ബുക്ക്. ഞാൻ പറഞ്ഞില്ലയോ 50 സ്ലോട്ട്സേ കാണത്തുള്ളൂ ഒരു ഫെസ്റ്റിവലിൽ. അപ്പം പുതിയ എഴുത്തുകാരും ഉണ്ട്. അപ്പം ദെൻ ഇഫ് ദേ അബ്സല്യൂട്ട്ലി ഇൻസിസ്റ്റ് ഐ സേ ഓക്കെ ഐ കം ആസ് എ മോഡറേറ്റർ. ഞാൻ വന്ന് ഈ ഫസ്റ്റ് ടൈം റൈറ്റേഴ്സിൻ്റെ കൂടെ ഇൻ കോൺവെർസേഷൻ. ഇപ്പം ലാസ്റ്റ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എൻ്റെ പുസ്തകം ഉണ്ടായിരുന്നു, പക്ഷേ ഓൾസോ മോഡറേറ്റഡ് 2 or 3 അതർ സെഷൻസ്. കാരണം അവരും പുതിയ പുസ്തകങ്ങൾ എഴുതിയ ഒരു പയ്യനാണ് ഒരുത്തൻ, വിശാൽ വസന്ത് കുമാർ എന്ന് പറഞ്ഞു. ഈ റോട്ട് എ ബുക്ക് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് ഹി വാസ് വെരി വറീഡ്. എന്നെ ആർക്കും അറിഞ്ഞൂടെ, ആരും വരത്തില്ല. സോ ഐ സെഡ് ലുക്ക്, ഇമോഡസ്റ്റ് ആയിട്ട് തോന്നും, പക്ഷേ ഐ ഹാവ് എൻ ഓഡിയൻസ്. സോ ഇഫ് ഐ എം ഇൻ കോൺവെർസേഷൻ വിത്ത് യു, ഓഡിയൻസ് വിൽ കം, ബട്ട് ദേ വിൽ ബി ലിസണിങ് ടു യു. ഐ എം ഓൺലി ആസ്കിങ് ദ ക്വസ്റ്റ്യൻസ്. അപ്പം നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. പക്ഷേ സോ ലോങ് എസ് എനിക്കങ്ങനെ സ്പേസ് ഹോഗ് ചെയ്യണമെന്നില്ല. മാത്രമല്ല പുസ്തകത്തിൻ്റെയും ഹിസ്റ്ററിയുടെ ഒക്കെ കാര്യമാണെങ്കിൽ ഐ കം ഇൻ ഫ്രണ്ട് ആൻഡ് ടോക്ക്. ബാക്കി സമയം ഐ ഹാവ് മൈ പ്രൈവറ്റ് ലൈഫ്, ഐ ഹാവ് മൈ ഓൺ വേൾഡ് ടു ഓക്യുപ്പൈ. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്പേസ് ഓൾ ടുഗെദർ.